വിജയ് എന്ന ഒരു ഘടകം വന്നിരിക്കുന്നു. വിജയ് വിജയിക്കാൻ പോണില്ല, പക്ഷേ വിജയ്ക്ക് പലരെയും പരാജയപ്പെടുത്താൻ കഴിയും. ഇത് ADMKയുമായിട്ടുള്ളൊരു മത്സരമല്ല, ഡൽഹി വേഴ്സസ് തമിഴ്നാട്. ഓക്കെ. അപ്പോൾ ഹിന്ദി വേഴ്സസ് തമിഴ്നാട്. നരേന്ദ്രമോദിയുടെ കണ്ണിൽ ഈ അണ്ണാമല എന്ന വ്യക്തിയുടെ ഊർജം കണ്ടത് അന്നാണ്. ഓക്കെ. ഇതാണ് എടപ്പാടി പളനിസ്വാമിയെ പേടിപ്പിക്കുന്നത്. ഒരു BJP മുന്നണി ഒരു 100 സീറ്റോളം പിടിക്കുന്നു, DMK മുന്നണിയും ഒരു 100 സീറ്റോളം പിടിക്കുന്നു. 34 സീറ്റിൽ ഇപ്പം ചിഹ്ന ദളപതിയല്ല, ദളപതി വന്നാൽ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഒരു MGRോ ഒരു ജയലളിതയോ ഇനി ജനിക്കുകയാണെങ്കിലും അത് DMKക്കാണ് ദോഷം ചെയ്യുക. ഇത്തവണ ഞങ്ങൾക്ക് BJPയെ അവിടെ ഉയർത്തുക എന്നുള്ളതല്ല, DMK എന്ന ഈ ഒരു രാഷ്ട്രത്തിനകത്ത് വേറൊരു രാഷ്ട്രത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരത്തെ അടിച്ചുടയ്ക്കുക. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് വിള്ളൽ വീഴ്ത്തുവാൻ NDA സഖ്യത്തിന് കഴിയുമോ? AIADMKയുടെ വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ വീണിട്ടുണ്ടോ? DMK ഭരണത്തിൽ മടുപ്പ് തോന്നി തുടങ്ങിയോ തമിഴ്നാടുകാർക്ക്? വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? പരിശോധിക്കാം. നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയം വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിട്ടുകൊടുക്കാത്ത ഒരു മേഖലയായി നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ദ്രാവിഡ രാഷ്ട്രീയം മുറുകെ പിടിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ വമ്പൻ കക്ഷിയായിരുന്ന കോൺഗ്രസ്സിന് കുറച്ചു കാലം അവിടെ ഭരണം നടത്താൻ സാധിച്ചു. പക്ഷേ പിന്നീട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വരവിന് ശേഷം അവർക്ക് അങ്ങോട്ട് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും BJPക്കും അങ്ങോട്ട് കടന്നു കയറാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? വിജയുടെ വലിയ വമ്പൻ റാലികളൊക്കെ നമുക്ക് മുന്നിലേക്കുണ്ട്. ഈ ആൾക്കൂട്ടം വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് തോന്നിപ്പോവുകയാണ്. എന്താണ് സാറിൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യങ്ങൾ? തീർച്ചയായും ലിയോ പറഞ്ഞ എല്ലാ വിഷയങ്ങളും പ്രധാനമാണെങ്കിലും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് BJPയുടെ ഒരു കൺസേൺ ഉണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. BJP മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാത്ത ഒരു രാഷ്ട്രീയ പ്രാധാന്യം തമിഴ്നാടിനും ബംഗാളിനും കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം BJPയുടെ ലക്ഷ്യം ഏകത ഉള്ള ഇന്ത്യയാണ്, ഏകീകൃതമായ ഇന്ത്യ. ഇന്ന് വരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാട്ടുരാജ്യങ്ങളെല്ലാം ചേർത്ത് 10-600 നാട്ടുരാജ്യങ്ങളെ ചേർത്ത് പട്ടേൽ നമുക്ക് ഒരു ഇന്ത്യ ഉണ്ടാക്കി തന്നു. പക്ഷേ ആ ഇന്ത്യ ഇന്ന് വരെ ഒന്നായിട്ടില്ല എന്നുള്ള തിരിച്ചറിവാണ് BJPയെ ഇന്ത്യ ഒന്നാക്കി കാണണമെന്ന് നരേന്ദ്രമോദിയുടെ മെസ്സേജിന് പിന്നിൽ പറയുന്നത്. വൺ ഇന്ത്യ അല്ലെങ്കിൽ വൺ നേഷൻ എന്ന് പറയുന്ന തിയറി അദ്ദേഹം കൊണ്ടുവന്നതിനാണ്. പക്ഷേ ഈ തിയറിയെ അടിമുടി പൊളിക്കുന്ന 2-3 സംസ്ഥാനങ്ങളുണ്ട്. അതിലൊന്ന് കാശ്മീരാണ്. കാശ്മീരിൽ പക്ഷേ ഒമർ അബ്ദുള്ളയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹമല്ല അതുണ്ടാക്കുന്നത്. അവിടെ തീവ്രവാദികളാണ്. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾ അവർ ഇവിടെ കാശ് കൊടുത്ത് ആളെയും സ്വാധീനിച്ച് ഒരു കശ്മീരിയത്ത് വേറൊരു കൾച്ചറാക്കി മാറ്റി അതിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാശ്മീരിനെ ആ കാറ്റിനൊപ്പം നിന്ന് കൊടുക്കുന്ന ഒരു സമീപനവും അത് മാത്രമേ അവർക്കുള്ളൂ. അത് ചെറുതായിട്ട് അവരുടെ വോട്ടിൻ്റെ പ്രശ്നമാണ്. കാരണം അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മുസ്ലിം വോട്ടാണ്. ആ മുസ്ലിം വോട്ടിൽ അവർക്ക് എന്തെങ്കിലും സേവ് വേണമെങ്കിൽ അല്പം സോഫ്റ്റ് ഹിന്ദുത്വം എന്നൊക്കെ നമ്മൾ പറയില്ല, അത് സോഫ്റ്റ് കാശ്മീരിയത്വം, പ്രകോപനപരമായ പല നിലപാടുകളും സ്വീകരിക്കുന്നവരാണ്. അറസ്റ്റ് ചെയ്യാത്ത സോഫ്റ്റ് തീവ്രവാദം പോലും ചിലപ്പോൾ അവർ എടുക്കുന്നത് കൊണ്ടാണ്. സോഫ്റ്റ് തീവ്രവാദം എന്ന് ഞാൻ പറഞ്ഞത് തീവ്രത കുറഞ്ഞ രീതിയിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത് ഫറൂഖ് അബ്ദുള്ള ചെയ്തിരുന്നു, അതെ, ഒമർ അബ്ദുള്ളയും ചെയ്തിരുന്നു. ഇതിനേക്കാൾ തീവ്രമായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ചെയ്തിരുന്നു. പണ്ഡിറ്റുകൾ അവിടെ നിന്നും പലായനപ്പെട്ടപ്പോൾ, കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒന്നും ഒരക്ഷരം വേണ്ടിയില്ല. അതെ, ഇതൊരു നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ തമിഴ്നാട്, അപ്പോൾ ആ കാശ്മീർ രാഷ്ട്രീയം അത് ഇന്ത്യയുടെ ആർമിക്കും കൂടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ റോയ്ക്കും ഒക്കെ കൂടെ ചേർന്ന് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ തമിഴ്നാടും ബംഗ്ലാദേശും ബംഗാളും അങ്ങനെയല്ല. അവിടെ അവരൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ ആ രാഷ്ട്രീയത്തിലത്തെ പാർട്ടികൾ നേതാക്കൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് BJPയെ TMCയെയും DMKയെയും എതിർക്കാനായിട്ട് ശക്തമായി നിൽക്കാനുള്ള കാരണം. ഈ ഇലക്ഷനിലും അവർ പ്രധാനമായി കണ്ടിരിക്കുന്നത് ബംഗാൾ പിടിക്കുക, തമിഴ്നാട് പിടിക്കുക എന്നതിനുപരി അവിടെ നിൽക്കുന്ന ആ വൺ നേഷൻ തിയറിക്ക് അഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും ബംഗാൾ
ബംഗാളികളുടെ വികാരം, ബംഗാളി ഭാഷ, ബംഗാളി സംസ്കാരം അത് പ്രധാനപ്പെട്ടതാണ്, അത് നിലനിൽക്കണം. ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളും അങ്ങനെ നിലനിൽക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. തമിഴും അതുപോലെ തന്നെ തമിഴ് സംസ്കാരം, തമിഴ് ഭാഷ, തമിഴ് പാരമ്പര്യം നിലനിൽക്കണം. പക്ഷേ അത് ഇന്ത്യയിൽ നിന്ന് വേറിട്ടൊന്നാവരുത്. ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വേറിട്ടൊന്നാവരുത്. ഇപ്പോൾ മമത ശ്രമിക്കുന്ന അതാണ്. ഞങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബംഗാളികൾ, ബംഗാളി ഭാഷ, ഞങ്ങളും ബംഗ്ലാദേശുകാരും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നതെന്നോ ഏറ്റവും മോശമായ ഒരു പരാമർശം, ജയിലിലടയ്ക്കേണ്ട ഒരു വിഷയമാണത്. അതെ, ഞങ്ങളും ബംഗ്ലാദേശികളും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് ഇന്ത്യയിലെ ഒരു നേതാവ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അകത്താക്കേണ്ടതാണ്. അത്രയ്ക്ക് വലിയ വിഷയങ്ങളാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് BJPക്ക് അകത്താക്കാൻ അറിഞ്ഞിട്ടില്ല. അകത്താക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലേഡിയെ പിടിച്ച് അകത്താക്കി കഴിഞ്ഞാൽ, ഇതുപോലെ തീപ്പൊരിയായിട്ടുള്ളൊരു നേതാവിനെ പിടിച്ച് അകത്താക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വേറെയാണ്. പിന്നെ ഇത് മറ്റൊന്നും നോക്കില്ല, ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് ജനം നോക്കില്ല. അയ്യോ പാവം അവരെ പിടിച്ച് അകത്താക്കിയല്ലോ, ഒരു വിവാഹം കഴിക്കാത്ത, രാഷ്ട്രത്തിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്ന, അല്ലെങ്കിൽ ബംഗാളികൾക്ക് വേണ്ടി കേന്ദ്രത്തിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന, എന്തിനും വളരെ തീവ്രമായ രീതിയിൽ അനാവശ്യമായും ആവശ്യമില്ലാതെയും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുക. അത് തന്നെയാണ് സ്റ്റാലിനും ചെയ്യുന്നത്. എപ്പോഴും കേന്ദ്രവിരുദ്ധം പറയുന്നത്. നമ്മുടെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന പോലെ. അപ്പോൾ അത് പിന്നെ കുറേ മയം വന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് മനസ്സിലായി അങ്ങനെ പറയുന്നത് നമ്മുടെ അന്നം മുടക്കും എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം അതിൽ മയപ്പെടുത്തി. ചിലയിടത്തൊക്കെ ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ മാത്രമേ അദ്ദേഹം പറയാം, അല്ലെങ്കിൽ റാലികളിലേ പറയാറുള്ളൂ. ബാക്കി പ്രവർത്തനത്തിൽ മാറ്റി. പക്ഷേ തമിഴ്നാട് ഇപ്പോഴും അവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുക എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് വരെ ഒരുപക്ഷെ കാമരാജോ MGRോ ജയലളിതയോ പോലും ചെയ്യാത്ത വൃത്തികെട്ട ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് അവർ പോവുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ വേറൊരു രാജ്യമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസ്കാരം കൊണ്ടുവരിക. അതാണ് ഞാൻ പറഞ്ഞത്, വൺ നേഷന് മുകളിൽ നിൽക്കുന്ന ഒരു ഫെഡറൽ സംവിധാനം. അത് ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം തന്നെ ഇല്ല. ക്വാസി ഫെഡറൽ എന്ന് പോലും പറയുന്നെങ്കിലും കേന്ദ്രത്തിനാണ് ഇവിടെ മെജോറിറ്റി കൊടുത്തിരിക്കുന്നത്. കാരണം അത് ഭരണഘടനാ ശില്പികൾക്കറിയാം, ആ മെജോറിറ്റി കൊടുത്തില്ലെങ്കിൽ 10-60 ഭാഷകൾ, ആയിരക്കണക്കിന് ഡയലക്ട്സുകളൊക്കെ ഉള്ള ഒരു രാജ്യത്ത് എപ്പോൾ വേണോ കൈവിട്ട് പോകാം. അതുകൊണ്ട് കേന്ദ്രത്തിന് എപ്പോൾ എവിടെയും എന്തിനും ഇടപെടാമെന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഫെഡറലിസം ഒന്നും ഇല്ല. ക്വാസി ഫെഡറലിസം നമുക്ക് പറയാവുന്നത് ചില ചെറിയ കാര്യങ്ങൾ, സ്റ്റേറ്റ് സബ്ജക്റ്റ് ചില കൊടുത്തിരിക്കുന്നതിലൊക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് കൊണ്ടുപോകാമെന്നല്ലാതെ കേന്ദ്രത്തിന് എവിടെയും എപ്പോഴും ഇടപെടാം. അപ്പോൾ അതിനെ പൊളിക്കുക എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ രീതി, അതിനെ പൊളിക്കുക എന്നുള്ളതാണ് മമതയുടെ രീതി. അപ്പോൾ ഇതിനാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് ബേസ് ആക്കുന്നത് എപ്പോഴും എന്താണെന്നറിയാമോ? ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഭാഷ. ബംഗാളി ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളി പറയുന്ന പോലെയോ ഒന്നുമല്ല, അവർ ചാവാൻ നിൽക്കും ബംഗാളി ഭാഷ. ബംഗാളിക്ക് ഒരു ഐഡൻറ്റിറ്റി അവർ ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്, അവരുടെ സംസ്കാരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ അപ്പുറമാണ് തമിഴ്നാട്ടിൽ. 5000 വർഷം പഴക്കമുള്ള ഒരു ലിവിങ് ലാംഗ്വേജ് ലോകത്തില്ല തമിഴല്ലാതെ. തമിഴ് ഭാഷയുടെ പ്രത്യേകത അതാണ്. തമിഴ് ഭാഷയുടെ ഏറ്റവും പ്രത്യേകത, എല്ലാ ഭാഷയിലും അച്ഛൻ, അപ്പൂപ്പൻ, മൂത്തപ്പൂപ്പൻ, അതിൻ്റെ അപ്പുറത്തെ ഒരാളും കൂടെ പറയും, ഒരു 4 തലമുറ പറയും. പക്ഷേ തമിഴ് ഭാഷയിൽ 7 തലമുറ പറയാനുള്ള ഭാഷ എവിടെ ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പ്രത്യേക വാക്കുകൾ 7 തലമുറയ്ക്ക് മുമ്പോട്ടും 7 തലമുറയ്ക്ക് പുറകോട്ടും. ഇപ്പോൾ ഡോട്ടർ, ഗ്രാൻഡ് ഡോട്ടർ, ഗ്രാൻഡ് ഡോട്ടർ എന്ന് നമ്മൾ പറയില്ലേ? ഇത് 3 തലമുറയാകുമ്പം ഇംഗ്ലീഷിലെല്ലാം നിന്നു. 4ാമത് പറയണമെങ്കിൽ ചുമ്മാ ഗ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇത് ഓരോന്നിനും ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനൊന്നുമില്ല. പിന്നെ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനേ പറ്റുള്ളൂ. തമിഴിന് അതല്ല. തമിഴിന് 7 തലമുറയ്ക്കും അങ്ങനത്തെ ഇതുണ്ട്. വളരെ ഡൈനമിക് ആയിട്ട് ഭാഷ, അവരുടെ ആ സംസ്കാരം, ഭാഷയുടെ ഒരു ലാളിത്യവും അതുപോലെ തന്നെ ഗാംഭീര്യവും രണ്ടുമുണ്ട്. ചില ഭാഷ അവർ ഉന്നയിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു ശക്തി അവർക്കുണ്ട്. ഇതെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ട്, ഈ ഒരു ഡെപ്തിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് പലപ്പോഴും DMKയും AIADMKയും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഇതാണ് BJPയെ വലയ്ക്കുന്നത്. BJP അതുകൊണ്ട് ഈ ഇലക്ഷനിൽ BJP ജയിക്കണമോ എന്നാണ് ചോദിച്ചാൽ, അവർ അണ്ണാമല പോലും പറയുന്നത് DMK ഡിഫീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ തിയറി. അതുകൊണ്ടാണ് അവർ 169 സീറ്റ് AIADMKക്ക് വിട്ടുകൊടുത്തുകൊണ്ട് 234-ൽ 169 സീറ്റ് AIADMKക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് 27 സീറ്റിൽ മത്സരിക്കുന്നതിൻ്റെ കാരണം ഇത്തവണ ഞങ്ങൾക്ക് BJPയെ അവിടെ ഉയർത്തുക എന്നുള്ളതല്ല, DMK എന്ന ഈ ഒരു രാഷ്ട്രത്തിനകത്ത് വേറൊരു രാഷ്ട്രത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരത്തെ അടിച്ചുടയ്ക്കുക, ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ അടിച്ചുടയ്ക്കുക.
ഇത് തന്നെയാണ് ബംഗാളിലും അവർ ഉദ്ദേശിക്കുന്നത്. ബംഗാളിൽ പിന്നെ അവർ നേരിട്ട് ഇറങ്ങുകയാണ്, വേറെ ആരും ഇല്ല അവിടെ. കാലാളായിട്ട് അവരാണ് ഇറങ്ങുന്നത്, BJP തന്നെയാണ് ഇറങ്ങുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് പറ്റില്ല. അതുകൊണ്ടാണ് EPയെ കൂട്ടുപിടിച്ചുകൊണ്ട്, എടപ്പാളി പളനിസ്വാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, AIADMK കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ടും കൂടെ അവർക്ക് കൊടുത്തുകൊണ്ട് തങ്ങളുടെ സീറ്റുകളുടെ എണ്ണമോ വിജയമോ അല്ല പ്രശ്നം, DMK പൊളിക്കുക എന്നുള്ളതാണെന്നുള്ളതുകൊണ്ട് വന്നിരിക്കുന്നത്. അതല്ലാതെ അവിടെ മറ്റൊരു തന്ത്രം ഫലിക്കില്ല. കാരണം ദ്രാവിഡ രാഷ്ട്രീയം അത്രയും ഡീപ്പ് റൂട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ദേശീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ തമിഴ് ജനതയുടെ മനസ്സിലേക്ക് ഇടം നേടാൻ സാധിക്കണം എന്നില്ല. 5000 വർഷത്തെ പാരമ്പര്യത്തിനെയാണ് 5 ദിവസം കൊണ്ട് പൊളിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അണ്ണാമല എടുത്ത് പറഞ്ഞ് നിർത്തിക്കോ. അതെ, ഇത് അവിടെ ഇരിക്കുന്ന ചാണക്യന്മാർക്ക് മനസ്സിലായി. അതെ, അണ്ണാമല വലിയ ആവേശം നിൽക്കുന്നെങ്കിലും ഇത് അത്ര പെട്ടെന്ന് പൊളിയാൻ പറ്റില്ല എന്ന്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 234 സീറ്റാണ് ആകെ തമിഴ്നാട്ടിലുള്ളത്. അതിൽ വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന സഖ്യമാണ് സ്റ്റാലിൻ്റേത്. DMK ഇത്തവണ അവർ പറയുന്നത് അതിലും കവച്ചു വെച്ച് 200 സീറ്റിനപ്പുറം ഞങ്ങൾ പിടിക്കുമെന്നാണ്. ഈ 133 സീറ്റാണ് DMK തനിയേ ഉള്ളത്. 159 ആ സഖ്യത്തിനുള്ളത്. മറുവശത്ത് നിൽക്കുന്ന AIADMK 66 സീറ്റ്. അവർ 100ലേക്ക് എത്തിയിട്ടില്ല. 75 ആ സഖ്യത്തിന് ആകെ ഉണ്ടായത്. അവിടേക്കാണ് ഇപ്പോൾ ഈ വിജയ് കൂടി വരുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് DMKയും AIADMKയും തമ്മിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നു. നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 1% മാർജിനേ ഉള്ളൂ എന്നുള്ളത്. 2% ഉണ്ടായിരുന്ന ഇലക്ഷൻ നടന്നപ്പോൾ ഇപ്പോൾ 1% മാർജിനിലാണ് AIADMKയും DMKയും തമ്മിൽ ഫൈറ്റ് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഓക്കെ, അതായത് 38% ഇലക്ഷന് മുമ്പായിട്ട് AIADMKയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ 33% DMKയ്ക്ക് 38%വും AIADMKയ്ക്ക് 33% ഉണ്ടായിരുന്നത്. BJPയുടെ 11% കൂടെ ചേർന്നപ്പോൾ ഇവർ രണ്ടുപേരും ഏകദേശം ഈക്വലായി. ക്രോസ് ചെയ്യില്ല, കാരണം 2-4 അല്ലല്ലോ പൊളിറ്റിക്സിൽ. അത് ക്രോസ് ചെയ്യില്ല, ഏതാണ്ട് ഒരുപോലെ പോകുമായിരുന്നു. ആ ഡിവൈഡ് കുറച്ചുകൂടെ കൂട്ടിക്കൊണ്ടുവരാൻ സ്റ്റാലിൻ ഇടയ്ക്ക് കഴിഞ്ഞു. പക്ഷേ അത് ഇപ്പോൾ നാരോയിലായി. 2% ഉണ്ടായിരുന്നു, 1%ത്തിലാണ് ഇപ്പോൾ കളി. പക്ഷേ 1% എന്ന് പറഞ്ഞാലും തമിഴ്നാട്ടിൽ സ്വിങ് ഭയങ്കരമായിട്ട് വരും. 1%ത്തിന് ചിലപ്പം 30-40 സീറ്റിൻ്റെയൊക്കെ വ്യത്യാസം വരുത്താൻ കഴിയുമെന്നുള്ളതാണ് തമിഴ് പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിർണായകമാകാൻ പോകുന്നത് വിജയുടെ സാന്നിധ്യമാണ്. അതാണ് ഏറ്റവും വിജയുടെ പിടിക്കുന്ന വോട്ട് ആരുടേതായിരിക്കും എന്നുള്ളത് നിർണായകമാണ്. കാരണം ഇന്നലെ വരെ നമുക്ക് പലതും പ്രവചിക്കാൻ എളുപ്പമായിരുന്നു. ഇന്ന് അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല. കാരണം വിജയ് എന്ന ഒരു ഘടകം വന്നിരിക്കുന്നു. വിജയ് വിജയിക്കാൻ പോണില്ല, പക്ഷേ വിജയ്ക്ക് പലരെയും പരാജയപ്പെടുത്താൻ കഴിയും. നമ്മുടെ ഇവിടെ BJP കുറിച്ച് നമ്മൾ പറയാറില്ലേ, 50ഓളം സീറ്റുകളിൽ അവർ കട്ട ത്രികോണ മത്സരത്തിലേക്ക് വന്നിരിക്കുന്നു. 1ഉം 2ഉം അല്ലെങ്കിൽ മോശമല്ലാത്തൊരു 3ാം സ്ഥാനത്തേക്കും പോകുമ്പോൾ കോൺഗ്രസിനും CPM-നും എഫക്റ്റീവ് അത്. ഇതേ പ്രശ്നമാണ് DMKയ്ക്കും AIADMKയ്ക്കും അവിടെ വരാൻ പോകുന്നത്. അതെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആരുടെ പിടിക്കും? ഇപ്പോൾ ആൻറ്റി ഇൻകംബൻസി നിലനിൽക്കുന്നൊരു സമയമാണ്. അത് സ്റ്റാലിൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളതിന് ഉദാഹരണമാണ് 60ഓളം MLA-മാരെ അദ്ദേഹം മാറ്റി നിർത്തി. നിലവിലെ താങ്കൾ പറഞ്ഞ 133-ൽ 60 MLA-മാരെ മാറ്റി, ഏതാണ്ട് 50%-നെ ഷിഫ്റ്റ് ചെയ്തു. അത് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി പോലും പരീക്ഷിക്കാത്തൊരു സാധനമാണ്. അവിടെ 50% വരുന്ന MLA-മാരെ അവർ മാറ്റി നിർത്തി ഏകദേശം. അതിലൊരു 5-6 മന്ത്രിമാരെയും കൂടെ മാറ്റി നിർത്തി. അപ്പോൾ അവർക്ക് ആൻറ്റി ഇൻകംബൻസിയെ അതുകൊണ്ട് ഓവർകം ചെയ്യാമെന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ അത് അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ അത് നാരോ ചെയ്തിട്ടുമുണ്ട്. ആൻറ്റി ഇൻകംബൻസിയേക്കാൾ കവർ ചെയ്യുന്ന വിഷയങ്ങൾ കൊണ്ടുവരാനായിട്ട് സ്റ്റാലിൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നത് ഡൽഹി വേഴ്സസ് ചെന്നൈ ഫൈറ്റാണ് നടക്കുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട് വേഴ്സസ് ഡൽഹി ഫൈറ്റാണ് നടക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വേറൊരു സംഭവം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ TVK നമ്മുടെ വിജയുടെ പാർട്ടി രംഗപ്രവേശം ചെയ്തു, വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരുടെ സാന്നിധ്യം ഇല്ലാത്തത്, നേതൃനിരയിലില്ലാത്തത് അവർക്ക് വലിയ രീതിയിൽ കോട്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഓക്കെ, എങ്കിലും അവർ 8 മുതൽ 15% വരെ വോട്ട് നേടാൻ സാധ്യതയുണ്ട്. 20% വരെ പോകാൻ പറ്റുമെന്നാണ് ഈ 15 എന്നുള്ളത് 20 വരെ പോയേക്കാമെന്നാണ് ഇപ്പോഴത്തെ അവസാന നിമിഷങ്ങളിലെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കൊങ്കൺ മേഖലയിലൊക്കെ ചില ശക്തി കേന്ദ്രങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്ന് സംശയിക്കുന്നുണ്ട്. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അവിടെ പോലും ചില ശക്തി കേന്ദ്രങ്ങൾ അവർക്ക് വന്നോ എന്ന് സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ 20% വരെ വിജയിയുടെ പാർട്ടി പിടിക്കുന്ന വോട്ട് അത് AIADMKയുടെ വോട്ട് ബാങ്കിൽ നിന്നായിരിക്കും എന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആശയിലാണ് സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നത്. അത് ശരിയാവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അതായത് രണ്ടിൽ നിന്നും പോകും. പക്ഷേ കൂടുതൽ DMKയുടെ ഭാഗത്തു നിന്നാണോ എന്ന് പൊളിറ്റിക്കൽ അനലൈസേഴ്സ് കാണുന്നുണ്ട്. കാരണം ആൻറ്റി ഇൻകംബൻസി പ്ലസ്
വിജയുടെ ഒരു കൾട്ട്. അതായത് വിജയ് കൾട്ട് എന്ന് പറയുന്നത് ഏതാണ്? MGR കൾട്ട്, ജയലളിത കൾട്ടാണ്. AIDMK ഏതാണ്? MGR കൾട്ട്, ജയലളിത കൾട്ടാണ്. അപ്പോൾ അവിടുന്ന് അവിടെ ആ ഒരു ബേസ് നിൽപ്പുണ്ട്. അമ്മ അണ്ണ ആ ബേസ് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചിന്ന അണ്ണ വന്ന് നിന്നിട്ട് AIDMK നിന്ന് അധികം പോകാൻ വഴിയില്ല, DMKയിൽ നിന്ന് കൂടുതൽ വരാമെന്നുള്ള. അങ്ങനെയാണെങ്കിൽ തലകുത്തി താഴെ വീഴാൻ പോണത് DMK ആയിരിക്കും. യാതൊരു സംശയവുമില്ല. പക്ഷേ അത്രയും വലിയൊരു പരാജയം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് സ്റ്റാലിൻ വേറൊരു മുദ്രാവാക്യം എടുത്തിരിക്കുന്നത്. ഇത് AIDMKയുമായിട്ടുള്ളൊരു മത്സരമല്ല, ഡൽഹി വേഴ്സസ് തമിഴ്നാട്. അപ്പോൾ ഹിന്ദി വേഴ്സസ് തമിഴ്നാട്, അല്ലെങ്കിൽ ഫെഡറലിസം വേഴ്സസ് സെൻട്രലിസം, അല്ലെങ്കിൽ ദ്രാവിഡ വേഴ്സസ് ആര്യ. ഇത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് BJP ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അതായത് അവിടെ പളനിസ്വാമി വന്നാലും കുഴപ്പമില്ല, പനീർശെൽവം വന്നാലും കുഴപ്പമില്ല, പക്ഷേ ഈ സ്റ്റാലിൻ എന്ന ഒരു വിഷവിത്ത് അവിടെ വരരുതെന്ന് BJP ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കാരണം കൊണ്ട് ബീഹാറിൽ ലാലുവിനെയും മറ്റുമൊക്കെ എതിർക്കാനായി നിതീഷിനെ മുന്നിൽ നിർത്തി BJP ഫൈറ്റ് ചെയ്തു. അതേ രീതി തന്നെയാണ് ഇപ്പോൾ എടപ്പാളിയെ നിർത്തിയിരിക്കുന്നത്. എടപ്പാടിയുടെ AIDMK വളരെ വലിയ വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രീ ബീസ് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ ഒരു ഡിമാൻഡായിരുന്നു, അതായത് അണ്ണാമലയെ മാറ്റി നിർത്തണം. അണ്ണാമലൈ BJP ഒറ്റയ്ക്ക് മുന്നേറണമെന്ന് ആഗ്രഹിക്കുകയും അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ പയറ്റി നോക്കുകയും ചെയ്തു. അണ്ണാമലയ്ക്ക് പക്ഷേ അണ്ണാമലയുടെ കുഴപ്പമായി നിരീക്ഷിക്കപ്പെടുന്നത് മറ്റ് കക്ഷികളുമായി കൂട്ടുകൂടി ഒരു സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. അണ്ണാമലയുടെ യഥാർത്ഥ വിഷയം എന്തെന്നറിയാമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി ഇരിക്കുന്നു, എടപ്പാളി പളനിസ്വാമി ഇരിക്കുന്നു, BJP ലീഡർ അവിടുത്തെ നമ്മുടെ BJP ലീഡർ സംസ്ഥാന അധ്യക്ഷൻ അവിടെ ഇരിക്കുന്നു, പിന്നെ അണ്ണാമല ഇരിക്കുന്നു. ഇവരുടെ പേരുകൾ സ്വാഗത പ്രസംഗത്തിൽ പറയുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിക്ക് കൈയടി കിട്ടി, പളനിസ്വാമിക്ക് കൈയടി കിട്ടി, പിന്നെ എടപ്പാളിക്ക് കിട്ടി, പിന്നെ നമ്മുടെ നയനാർ നാഗേന്ദ്രനാണ് അവിടുത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തിനും കൈയടി കിട്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അഞ്ചാമത് പറയുന്ന പേരാണ് അണ്ണാമലൈ. ആളുകൾ എണീറ്റ് നിന്ന് അത്യാവേശത്തിൽ കൈയടിക്ക് മാത്രമല്ല തോളിട്ടിരുന്ന തോർത്ത് വീശി, ഏതാണ്ട് ഈ വിജയ് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഓളം അതുപോലെ ഉണ്ടാക്കി നരേന്ദ്രമോദി ഇങ്ങനെ ജെട്ടി ഇരുന്നു പോയി എന്നാണ്. ഇയാൾക്ക് ഇത്രയും വലിയ ജനപിന്തുണയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം മനസ്സിലാക്കിയത് ഇപ്പോഴാണോ എന്നെനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കണ്ണിൽ ഈ അണ്ണാമലൈ എന്ന വ്യക്തിയുടെ ഊർജം കണ്ടത് അന്നാണ്. ഇതാണ് എടപ്പാളി പളനിസ്വാമിയെ പേടിപ്പിക്കുന്നത്. കാരണം ഇയാളെങ്ങാനും അവിടെ ഒരു മന്ത്രിയായി വന്ന, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എങ്ങാനും കൊടുത്താൽ, ആഭ്യന്തരം എങ്ങാനും കൊടുത്താൽ, പിന്നെ അവിടെ എടപ്പാളിക്കൊന്നും ഒരു മിച്ചം കിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് MLA ആയി പോലും ഇദ്ദേഹം വരരുത്. അത് കേന്ദ്രം മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ്? അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അറിയാം ഇതാണ് ഞങ്ങളുടെ തമിഴ്നാടിൻ്റെ പുത്രൻ. പക്ഷേ എന്നിട്ടും മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹം തൽക്കാലം മാറി നീക്കട്ടെ, നമ്മുടെ മുഖ്യശത്രു ആരാണ്? ഇന്ത്യ വിരുദ്ധത പോലും പറയുന്ന സ്റ്റാലിനാണ്. അത് പറയാതെ പറയുന്ന, കേന്ദ്രത്തിനെതിരെ ഇന്ത്യക്കെതിരെ ഒരു പ്രത്യേക രാജ്യം പോലെ ഇവിടെ നിർത്തുന്ന സ്റ്റാലിനെയാണ് നമുക്ക് ഭയപ്പെടേണ്ടത് അല്ലെങ്കിൽ ഒതുക്കേണ്ടത് എന്നുള്ളതാണ് BJPയുടെ കണക്കൂട്ടൽ. അവിടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ ഫ്രീബീസ് കൊടുക്കുമ്പോഴും ജനങ്ങൾക്ക് ഒരു വിഭാഗത്തിന് DMK ഭരണത്തിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധമുണ്ട് എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അത് നിഴലിക്കും എന്ന ഭയം സ്റ്റാലിനുണ്ട് നന്നായിട്ട്. സ്റ്റാലിനൊപ്പം നിന്ന് പൊരുതുവാൻ മറ്റൊരു നിര അല്ലെങ്കിൽ സ്വന്തം മകൻ പോലും ഒരു മികച്ച നിലവാരത്തിലേക്ക് ഉയരുന്നില്ല എന്നുള്ളത് DMKക്ക് ഒരു സത്യമാണ്. ഒരു ആശങ്കയുണ്ടെന്ന് തോന്നുന്നു. അതെ, അവിടെ ഇപ്പോൾ മൂന്നായിട്ടാണ് പോകുന്നത്. സ്റ്റാലിൻ ഒരു ഭാഗത്തേക്ക് പോകുന്നു, കനിമൊഴി വേറൊരു ഭാഗത്തേക്ക് പോകുന്നു, ഉദയനിധി വേറൊരു ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു 3 പേര് നയിക്കുന്ന തേര് പോലെയാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷേ അതൊന്നും അവിടെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന് കാരണം അണ്ണാമലൈ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4000 കൊലപാതകങ്ങളാണ് ഈ 5 വർഷത്തിനിടെ നടന്നിരിക്കുന്നത്. 2080 റേപ്പുകൾ നടന്നു കഴിഞ്ഞു. 3000-ഓളം പോക്സോ കേസുകൾ നിൽക്കുകയാണ്. ഇതിൽ പലതിലും DMKയുടെ ആൾക്കാർക്കും കൂടെ കൈയുണ്ടെന്നാളാണ്. നമ്മളിവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയില്ലേ, ഈ പൊളിറ്റിക്കൽ ഗ്യാങ് എന്ന് പറയില്ലേ, രാഷ്ട്രീയ ഭീകരത, അതുപോലെ ഒരു സാധനം അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങൾക്കറിയാം. കാരണം ഈ പോലീസും DMKയും തമ്മിൽ ഒരു ആവശ്യമില്ലാത്ത ബന്ധം, ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തൊലയ്ക്കുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് കേരളത്തിലും
ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒന്നാമത്തെ കാരണം പോലീസ് ഏതോ കക്ഷികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. രണ്ടാമതേ എനിക്ക് തോന്നുന്നുള്ളൂ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു DMKക്ക് വേണ്ടി. ഈ മുദ്രാവാക്യം കൂടുതലായിട്ട് പറയുന്നത് അണ്ണാമലയാണ്. അണ്ണാമല പല സ്റ്റേജിൽ പോകുമ്പോഴും അത് അദ്ദേഹം പറയാറുണ്ട്. സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത, കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത, കുളന്തകൾക്ക് എന്നാണ് പറഞ്ഞത്, അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഈ മുന്നണി എന്തിനാണ് നിങ്ങൾ നിലനിർത്തി പോകുന്നത്? സാധാരണക്കാരനെ അരിഞ്ഞു തള്ളുന്ന 4000 പേരെ കൊന്നു എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ റെക്കോർഡാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 4000 പേരെയാണ് 5 വർഷം കൊണ്ട് അരിഞ്ഞു തള്ളിയിരിക്കുന്നത്. ഇതിലധികവും DMK ആയിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഭരണം നിങ്ങൾക്ക് എന്തിനാണ് ജനങ്ങളെന്ന് ചോദിക്കുന്ന, പക്ഷേ ഇതൊന്നും അധികം പറയാൻ അണ്ണാമലയ്ക്ക് കഴിയുന്നില്ല. കാരണം അദ്ദേഹം ബാക്ക് സീറ്റിലാണ്, മുന്നിൽ നിൽക്കുന്നത് എടപ്പാളിയും ഗ്രൂപ്പുമാണ്. അപ്പോൾ അവർ അമ്മയുടെ വാഴ്ത്തു പാട്ടുകളൊക്കെ ആയിട്ടാണ് അവർ ഇലക്ഷന് പോകുന്നത്. അതെ അതെ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ ഫൈറ്റ് നെക്ക് ടു നെക്ക് ഫൈറ്റായി മാറിയിരിക്കുന്നു. DMK ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക നേരിടുന്നുണ്ടോ? കാരണം സ്റ്റാലിന് ശേഷം DMKക്ക് എന്ത് സംഭവിക്കും? ഒരു പിളർപ്പ് സംഭവിക്കാനുള്ള സാധ്യത. കാരണം ഉദയനിധിയും കനിമൊഴിയൊക്കെ ഉണ്ട്. അത് അത്രയൊന്നും പോകണ്ട. ഇപ്പോൾ ശാലിൻ മെലിഞ്ഞാൽ മമത പറയുന്ന പോലെ കേന്ദ്രത്തിൽ നിന്ന് 2 പേരെങ്കിലും വരുമല്ലോ, അവർ ശരിയാക്കും. അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അതിൻ്റെ പ്ലാൻ അറിയാം. DMK ഒന്ന് അല്പം മെലിഞ്ഞു നോക്കട്ടെ. 26 പാർട്ടികളിൽ കൂട്ടിക്കെട്ടിരിക്കുന്ന ഈ മുന്നണി 52 ചിഹ്നിച്ചതറും. ഓക്കെ. അത്രയ്ക്ക് ശക്തമായിട്ട് പ്രതികരിക്കാൻ BJP കഴിയും. അതുകൊണ്ടാണ് BJP അണ്ണാമലയല്ല പ്രശ്നം, BJP അല്ല പ്രശ്നം, BJPയുടെ വിജയമല്ല പ്രശ്നം, അണ്ണാമല നിയമസഭ വരുന്നോന്നല്ല പ്രശ്നം, DMKയുടെ പതനം നടന്നില്ലെങ്കിലും മെലിഞ്ഞ് ചെറുതാവുക. അതായത് കഴിഞ്ഞ തവണ പിടിച്ച 159 പോലും പിടിക്കരുത്. ഓക്കെ. വെറും 118-ൽ, അത് 118 കേവല പുരുഷൻ, 234, ആ 118-ൽ അറ്റപറ്റ നിൽക്കണം. ഓക്കെ. അവിടെ കളി മാറും. ഈ കളിയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. ഇവിടെ തോൽപ്പിച്ചില്ലെങ്കിൽ. അതെ അതെ, ശരിയാണ്. ഇവിടെ വേറൊന്നും കൂടെ വരാനുണ്ട്, അതും കൂടെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ BJP മുന്നണി ഒരു 100 സീറ്റോളം പിടിക്കുന്നു, DMK മുന്നണിയും ഒരു 100 സീറ്റോളം പിടിക്കുന്നു. 34 സീറ്റിൽ ഇപ്പോൾ ചിഹ്ന ദളപതി വന്നാൽ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കേന്ദ്രത്തിനൊപ്പം നിൽക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ 134 സീറ്റുമായിട്ട് BJPക്ക് അവിടെ ADMK മുന്നണി ഭരണത്തിൽ വരും. ഓക്കെ. മുഖ്യമന്ത്രി എടപ്പാളിയും ഉപമുഖ്യമന്ത്രി വിജയുമായിട്ടുള്ള ഭരണത്തിന് അവിടെ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ. ഇത് വിജയ് പിടിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, 10% അതിന് താഴെയാണോ വിജയ് പിടിക്കുന്നെങ്കിൽ പോയി, ഒരു രക്ഷയില്ല. പക്ഷേ 15% ആയാൽ പോലും അവിടെ ഒരു 20-24 സീറ്റ് വിജയ്ക്ക് കിട്ടും. ഞാൻ പറഞ്ഞ 20% ആണെങ്കിൽ 30 സീറ്റിന് മേൽ, 30-34 സീറ്റിന് മേൽ വിജയ് പിടിക്കും. ഓക്കെ. അങ്ങനെ വിജയ് പിടിച്ചാൽ തമിഴ്നാട് രാഷ്ട്രീയം, ഞാൻ പറഞ്ഞില്ലേ, തലകുത്തി സ്റ്റാലിൻ വീഴുന്ന അവസ്ഥയിലെത്തും. ഓക്കെ, ശരിയാണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ അതിലേക്കാണ് വന്നത്. അതായത് വിജയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം ആയിരിക്കുമെന്നും ഒരു OIC ഇഫക്റ്റ് ആയിരിക്കുമോ അവിടെ വിജയ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. കാരണം ഒരു വോട്ട് കട്ടർ DMK സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ADMK സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ലോങ് റണ്ണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിജയുടെ ഇമ്പോർട്ടൻസ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ അദ്ദേഹം ഒരു 10-20-30 സീറ്റിലേക്ക് സീറ്റ് വന്നാൽ വളരെ അപകടമാണ് വിജയ്. അല്ലെങ്കിൽ ഒരു 25 സീറ്റ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 25 സീറ്റ് 20-ന് മേൽ വന്നാൽ പോലും അവിടെ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലേക്ക് വരാം. അതാണ്. അപ്പോൾ കാരണം കഴിഞ്ഞ തവണത്തെ 66-ലല്ല ഇത്തവണ ADMK നിൽക്കാൻ പോണത്. ആ 66-ൽ നിന്ന് അവർ 100-ന് വന്നാൽ, അതെ, തമിഴ്നാട്ടിൽ BJP കഴിഞ്ഞ തവണ 2024 പോലും 10-11 സീറ്റിൽ പിന്നെ 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. അതെല്ലാം അവർക്ക് ഇത്തവണ 27-ൽ ഒരുപാട് സീറ്റുകൾ കിട്ടും. അതെ, അണ്ണാമല പറയുന്നത് 27 ഞങ്ങൾ പിടിക്കുമെന്നാണ്. കാരണം ഞങ്ങൾ അങ്ങനത്തെ ഫൈറ്റാണ് നടത്തുന്നത്. ഈ വിജയ് 25 സീറ്റ് നേടുന്നു. പക്ഷേ നിലവിൽ അവർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ വേരോട്ടമില്ല. അവർക്ക് വേരോട്ടമില്ലാത്ത ഒരു പാർട്ടിയാണ്. പക്ഷേ ഈ 25 സീറ്റുമായി 5 വർഷം അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിർണായകമായിരിക്കും. ഈ 5 വർഷം കൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് കൂടുതൽ വളരാൻ സാധിച്ചാൽ അത് വരുന്ന കാലങ്ങളിലെ ഒരു MGRൻ്റെ ജനനത്തിന് വഴിവെക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അത് അങ്ങനെയാണെങ്കിൽ DMK ആയിരിക്കും ഏറ്റവും കൂടുതൽ പതനത്തിലേക്ക് പോകുന്നത്. ഒരു MGRോ ഒരു ജയലളിതയോ ഇനി ജനിക്കുകയാണെങ്കിലും അത് DMKക്കാണ് ദോഷം ചെയ്യുക.
കാരണം അവർ വേറൊരു പൊളിറ്റിക്സാണ്. ഉം. അവരുടേത് ഒരു കേഡർ പൊളിറ്റിക്സും വേറൊരു കൾട്ടുമാണ് അവർ കൊണ്ടുവരുന്നത്. ഓക്കെ അതുകൊണ്ട് ഏത് അണ്ണാ വന്നാലും ഏത് അണ്ണി വന്നാലും അതിൻ്റെ പരാജയം DMK ആയിരിക്കും വരുന്നത്. വേറൊന്നുകൂടി, അതായത് ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കുമ്പോൾ BJP ബീഹാറിലെ പോലെ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് തമിഴ്നാട്ടിലെത്താനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? അതുതന്നെയാണ് എടപ്പാടിയെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അണ്ണാമലെ MLA ആകാൻ പോലും സമ്മതിക്കാത്തത്. ഓക്കെ. MLA ആയിട്ട് വന്നാൽ പോലും നാളെ നീങ്ക മാറി യവങ്ക മുഖ്യമന്ത്രി ആയിട്ടെന്ന് പറഞ്ഞാൽ, ആര് BJP പറയല്ലേ, ജനം പറഞ്ഞാൽ പിന്നെ എടപ്പാടിക്ക് സ്ഥാനമില്ല. യെസ്, അതാണ്, അവിടെയാണ് അത് ഞാൻ കാണുന്നുണ്ട്. അത് ഒരു കാരണം ഇദ്ദേഹത്തിന് ആഭ്യന്തരമായിട്ട് കൊടുത്താലുണ്ടല്ലോ, വിജയ്ക്ക് അണ്ണാമലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുത്താൽ സിംഗം, റിയൽ സിംഗം അദ്ദേഹമായിരിക്കും. യെസ്, തീർച്ചയായിട്ടും. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അതിനിർണായകമായ ദിവസമായിരിക്കും നാളെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒട്ടേറെ കാര്യങ്ങളിൽ ഒരു ഡിസൈഡിങ് ഫാക്ടറായിരിക്കും. ഇവിടെ BJPയുടെ മുന്നേറ്റം എത്രത്തോളമായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു കാര്യം, അത് വളരെ ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. അതിനോടൊപ്പം തന്നെ വിജയുടെ വിജയം എത്രത്തോളം സീറ്റുകളിൽ ആയിരിക്കും എന്നുള്ളതും വളരെ ഡിസൈഡിങ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. ഇത് രണ്ടും അത് DMKയെ വളരെ സാരമായി ബാധിക്കുന്ന ഒന്നായിരിക്കും. ഈ രണ്ട് കാര്യവും വളരെ മികച്ച രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ BJP ബീഹാറിലെ പോലെ തമിഴ്നാട്ടിലും വെന്നിക്കൊടി പാറിക്കുന്ന നിലയിലേക്ക് പോകുന്നത് ഒരു 10-15 വർഷത്തിനകം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ അണ്ണാമലൈ എന്ന നേതാവ് ഉള്ളിടത്തോളം കാലം BJPക്ക് വലിയ നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിൽ തർക്കമൊന്നും വേണ്ട. ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ സാധിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു 10-15 വർഷത്തിനപ്പുറം അത് BJPക്ക് വലിയ അധികാരം നൽകുന്ന മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.